നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. ആ ഫോണിങ് എടുത്തേ. അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇതെല്ലാം നോക്കി നടത്തേണ്ടത് നീ തന്നെയാ. ഹോട്ടലിലെ കാര്യവും നോക്കണം, ഈ വീടൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുകയും വേണം. ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യൂന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞതാ. പിന്നെ ദേശാടനം കഴിഞ്ഞ് ഗോപാലേട്ടൻ എന്ന് വരുന്നോ അന്ന് വരെ ഈ താക്കോല് നിന്റെ കൈ തന്നെ ഇരിക്കണം. ഇത് വീടിന്റെയാ. വർഷം കുറേയായി ഇതിങ്ങനെ നിധി പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പിടിക്ക്. പിന്നെ ഇത് നമ്മുടെ എല്ലാം ചോറ്. എന്നെ ഞാനാക്കിയതും നിന്നെ ഈ വിധത്തിലാക്കിയതും എന്റെ മക്കളെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചതും എല്ലാം ഈ ഹോട്ടലാ, നമ്മുടെ കുടുംബശ്രീ ഹോട്ടല്. എന്ത് പ്രശ്നം വന്നാലും ഹോട്ടലിലെ അടുക്കളയിൽ തീ പുകയാതിരിക്കരുത്. വാങ്ങിച്ചോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ യാത്ര പറയാനായിട്ട് തിരിഞ്ഞു നോക്കില്ല. നോക്കിയ ചിലപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, നമുക്ക് പോയണ്ടേ? ട്രെയിൻ പോകും. ശാന്താന്റി പോയിട്ട് വരാട്ടോ. രാമേട്ടാ, ഈ ബാഗൊന്നും എടുത്ത് കാറിൽ വെക്കാവോ? മോളെ, മുളുങ്ങി വന്നേ. സത്യയോട് പറഞ്ഞിട്ടില്ല ഇവിടുന്ന് എന്നേക്കുമായിട്ടുള്ള യാത്രയാണിതെന്ന്. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലെ ആ പാവം. അതെ, ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞായിരുന്നോ പോകുന്ന കാര്യം? ഇല്ല, ടൂർ പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. എന്നാലേ അമ്മയുടെ ഫോൺ വാങ്ങിച്ച് വിളിക്ക്. ഇപ്പൊ വിളിച്ചു പറയാം. സത്യം പറയുമ്പോ ചിലപ്പോ വിഷ്ണുവിന് കാര്യം മനസ്സിലായേക്കും. അങ്ങനെയാണെങ്കിൽ ഈ യാത്ര വിഷ്ണുവിന് തടയാൻ പറ്റും. അമ്മേ, പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. ആ ഫോണിങ് എടുത്തേ. അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ ഫോണൊക്കെ ബാഗിനകത്താ. വാ. അമ്മയുടെ ഫോൺ തന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ സത്യ? പിന്നെ പറയാം. നീ പോയി കാറി കയറ്. ചെല്ല്. മാഡം, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ മാഡത്തിന് പിക്ക് ചെയ്യാൻ ആള് വരും. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുമ്പോ മാഡം എനിക്കൊരു മെസ്സേജ് ഇട്ടാ മതി. അനു, ഇനിയിപ്പോ ഞാൻ എവിടെ പോയി ജോലി ചെയ്താലും ആരെയൊക്കെ മറന്നാലും അനുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്റെ ആരെല്ലാമോ ആയിരുന്നു അനു. മാഡം, എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ശരി.
യാത്ര പറഞ്ഞ് അധികം സങ്കടപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാനേ കഴിയൂ. ആ, അമ്മേ നമുക്ക് പോവാം. മാഡം, റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്നില്ല. റെയിൽവേ ക്രോസിന്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് നടന്ന സ്റ്റേഷനിലേക്ക് കയറണം. ശരി, നമുക്കതുവഴി പോവാം. ശരി മോളെ. വരട്ടെ ശാന്തേച്ചി. ശാന്തേ, ശരി. ശരി ശാരദാമ്മേ. ശരി. സത്യമ്മ ചേച്ചിയമ്മേ സത്യം ഒരുപാട് ചീത്ത പറഞ്ഞു. കരഞ്ഞോണ്ടാ സത്യം പോയത്. അതിനെനിക്ക് അവരോട് മാപ്പ് പറയണം വിഷ്ണു അച്ഛാ. ഇല്ലെങ്കിൽ പപ്പിമോൾക്ക് ഉറങ്ങാൻ പറ്റില്ല. വലിയവർക്കില്ലാത്ത തിരിച്ചറിവാണല്ലോ മോളെ നിനക്കുള്ളത്. എന്തിനായിരുന്നു നീ അങ്ങനെ പോയത്? അതുകൊണ്ടല്ലേ എന്റെ പപ്പിക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായേ? ഇപ്പൊ ഉറക്കമല്ലേ, ഉറങ്ങിക്കോട്ടെ. എഴുന്നേക്കുമ്പോ മെഡിസിൻ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി മെഡിസിൻസ് ഉള്ളൂ. സിസ്റ്റർ, അരമണിക്കൂർ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.